Yay! ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻലി ആൻഡ് ഓസ്റ്റിൻസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിലെ കുണ്ടല ഫാം വിസിറ്റ് ചെയ്തതിൻ്റെ വീഡിയോസാണ് കേട്ടോ. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലാണ് കേട്ടോ ഈ ഫാം ഉള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഫാം വിസിറ്റിങ്ങിൻ്റെ ബോർഡ് കാണാം. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് പോയത്. മൂന്നാറിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഇരവികുളം പാർക്കിൻ്റെയൊക്കെ വീഡിയോ. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടത്തിൻ്റെ കുറച്ച് വ്യൂസും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ച് വീഡിയോസ് എടുത്തു. പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിയിലിരുന്നെടുത്ത വ്യൂസാണിത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആയിരുന്നു തേയിലത്തോട്ടത്തിൻ്റെ. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാമിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി ഒരുമിച്ചാണ് ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവിടുന്ന് ഒരങ്കിള് ഞങ്ങൾക്ക് ഫാം കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ഇതാണ് ഫാമിലേക്കുള്ള വഴി. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചാലിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഇത് കൂടെ. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് റോസപ്പൂക്കളാണ്. അപ്പോൾ അങ്കിള് പിള്ളേർക്ക് 2 റോസപ്പൂവൊക്കെ പറിച്ചു കൊടുത്തു. കുറേ വേറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ. കേവ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ, അത് ഒരു കേവിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂസാണ് അവിടെ. അത് വീഡിയോയിൽ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇതെന്തൊരു ഫിഷ് ടാങ്കാണ്. പക്ഷേ ഇതിനകത്ത് ഫിഷൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. വെള്ളം കലങ്ങി കിടക്കുകയാണ്. ഫിഷൊന്നും കാണാൻ പറ്റിയില്ല. ഫാമിൽ കൂടുതലും മെഡിസിനൽ പ്ലാന്റുകളും ഹെർബ്സുകളും ഒക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ശീമത്തക്കാളി എന്ന് പറഞ്ഞ ശീമത്തക്കാളിയുടെ മരമാണ്, ചെടിയാണ്. ശീമത്തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. കണ്ടോ, ഇതാണ് കുറേ ഔഷധ ചെടികളാണ് ഇതൊക്കെ. കൂടെ വന്ന അങ്കിള് ഞങ്ങൾക്ക് ഇതെല്ലാം പറിച്ച് ഇതിൽ നിന്നെല്ലാം ഓരോ ഇലകളും ഔഷധ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ പറിച്ച് ഞങ്ങൾക്ക് സ്മെല്ല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. കുറേ ഔഷധ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. കുറേ ചെടികളുണ്ട്. മിൻറ്റ്, അതുപോലെ റോസ്മേരി, മിൻറ്റ്, പെപ്പർ മിൻറ്റ്, ലെമൺ ഗ്രാസ്, കൂവച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഔഷധ ചെടികളുണ്ട്. എല്ലാത്തരം ഔഷധ ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ചെടികളുടെയും പേര് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശാസ്ത്രീയ നാമങ്ങളും അതിൻ്റെ പേരൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സെക്ഷനിലും അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഔഷധ ചെടികളുണ്ട് കേട്ടോ.
കണ്ടോ, ഈ അങ്കിള് നമുക്ക് അതിൻ്റെ ചെടികളുടെ ലീഫൊക്കെ, ആ ഔഷധ ചെടികളുടെ ലീഫൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനും സ്മെൽ ചെയ്യാനൊക്കെ തന്നിരുന്നു. പിന്നെ ഇത് ശീമത്തക്കാളിയാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. ശീമത്തക്കാളി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് പറിച്ചൊക്കെ തന്നിരുന്നു. കുറേ ശീമത്തക്കാളി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് BP-ക്കും അതുപോലെ ഷുഗറിനൊക്കെ വളരെ നല്ലൊരു ഔഷധമാണെന്നാണ് പറഞ്ഞത്. ഒരു കയ്പും പുളിപ്പൊക്കെ കലർന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു തക്കാളിയാണിത്, ശീമത്തക്കാളി. കുറേ ഉണ്ട് കേട്ടോ. ഇത് ഒരു ഏരിയ തന്നെ ഔഷധ ചെടികളാണ്. ഇത് ലെമൺ ബാം, ഇത് വിക്സിൻ്റെ മണമാണ്. ഇതിൻ്റെ ചെടിയുടെ ഇലയ്ക്ക് വിക്സിൻ്റെ മണമാണ്. ഒരു ഏരിയ തന്നെ ഇങ്ങനെ ഔഷധ ചെടികളുടെ ഹെർബ്സുകളാണ് ഈ ഫുള്ള് ഒരു ഏരിയ തന്നെ. നമ്മുടെ നാരകമാണ്, ചെറുനാരങ്ങ ഉണ്ടാവണ, ചെറിയ നാരങ്ങ ഉണ്ടാവണ നാരകമാണ് ഇത്. ഇതിനകത്ത് നാരങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറേ ചെടികളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ വെജിറ്റബിളിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പുതിയ തൈകൾ നട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ കാണാൻ പറ്റിയില്ല. ക്യാരറ്റും ക്യാബേജൊക്കെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്ലാക്ക്ബെറി, ഇവിടെ ബ്ലാക്ക്ബെറി, കുറേ ബ്ലാക്ക്ബെറിയുടെ ഒരു തോട്ടമുണ്ട്. തോട്ടമല്ല, ഒരു ചെറിയ ഒരു ഏരിയയിൽ ബ്ലാക്ക്ബെറി ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോകുന്നത്. ഇത് ബ്ലാക്ക്ബെറിയാണ്, പാകമായി വരുന്നേ ഉള്ളൂ. പാകമായത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്കിത് പറിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അവർ നമുക്കത് അലോ ചെയ്യും. നമുക്ക് ബ്ലാക്ക്ബെറിയൊക്കെ പറിച്ച് കഴിക്കാം. ഇത് ബ്ലാക്ക്ബെറിയാണ് കേട്ടോ, ഉണ്ടായി കിടക്കുന്നതാണ്. പച്ചയാണ്, കുറേയൊക്കെ പഴുത്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് പറിച്ച് കഴിച്ച് നോക്കി. കുറച്ച് ഞങ്ങൾക്ക് പറിച്ച് തന്നു കേട്ടോ അങ്കിള് ഞങ്ങൾക്ക്. ഇത് ഫുള്ള് ബ്ലാക്ക്ബെറിയാണ്. ഇത് ക്യാബേജ് നട്ടു വെച്ചേക്കുന്ന കേട്ടോ. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവർ പുതിയ തൈകൾ നട്ടേക്കുന്നതാണ്, മുളച്ച് വന്നിട്ടേ ഉള്ളൂ. ക്യാബേജിൻ്റെ ഫീൽഡാണിത്. ഇത് ശീമത്തക്കാളിയാണ്, നേരത്തെ കാണിച്ച ശീമത്തക്കാളി. കുറേ ശീമത്തക്കാളിയുടെ മരമുണ്ട് ഇവിടെ. ഇത് നമുക്ക് അവിടുത്തെ ഔഷധ ചെടികളുടെയൊക്കെ ഇലകൾ പറിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ശീമത്തക്കാളി ഉണ്ട്, ബ്ലാക്ക്ബെറി, അതൊക്കെ നമുക്ക് പറിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കവറിൽ, നമ്മൾ കയ്യിൽ കവറൊന്നും കരുതിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്കൊരു കവറ് അവർ തന്നു. പിന്നെ ആ കവറിൽ ഞങ്ങൾ എടുത്തിട്ടു. പിന്നെ അവിടെ പനിനീർപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ടീ ട്രീ ആണ് കേട്ടോ. ടീ ട്രീ ഓയിലൊക്കെ ഉണ്ടാക്കില്ലേ, നമ്മുടെ മുഖക്കുരുവിനൊക്കെ വളരെ നല്ലതാണ് ടീ ട്രീ ഓയിൽ. ഇത് ടീ ട്രീ ആണ്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ടാണിത്. പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ കേവ് കാണാൻ പോവാണ് കേട്ടോ. കേവിലേക്കുള്ള വഴിയാണിത്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം കേവിലോട്ട്.
പോകുന്ന വഴിക്ക് താഴോട്ട് പോകുമ്പോൾ അവിടെ കുറേ സൈഡിലൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഈ മെഡിസിനൽ പ്ലാന്റുകൾ തന്നെയാണ്. അത് മൾബറി ആണ് കേട്ടോ. പിന്നെ സൈഡിൽ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, ഹെർബ്സുകൾ എന്തൊക്കെയോ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഔഷധ ചെടികളാണ് എല്ലാം കൂടുതലും ഇവിടെ. ഇതാണ് കേവ് കേട്ടോ. ഇതാണ് കേവ്. ഒരു വലിയ പാറയുടെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്ന ഒരു കേവ് പോലെയാണ്. അത് കണ്ടോ, 2 വലിയ പാറകളുണ്ട്. ആ പാറയുടെ ഇടയിലൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇതാണ് കേവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകണം. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ, ഹാപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങനെ കേവിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ട്രിപ്പ്. കേവിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇവിടെ ഒരു ചാലുണ്ട്, ഒരു വെള്ളം ഒഴുകി വരുന്ന ഒരു ചാലുണ്ട്. കണ്ടോ, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇത്. നല്ല ഐസ് വാട്ടർ പോലെ. ഇത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നല്ല ഇഷ്ടപ്പെടും നമുക്ക്. നല്ല രസമാണ് ഇവിടെ. വെള്ളം ഒഴുകി വരുന്ന സൗണ്ടും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഞങ്ങളെല്ലാവരും ഈ വെള്ളത്തിലിറങ്ങി മുഖമൊക്കെ കഴുകി, കൈയും മുഖമൊക്കെ കഴുകി കേട്ടോ. ഇവിടെ നിന്ന് കയറി പോരാൻ തോന്നുന്നുണ്ടായിരുന്നു. അത്ര നല്ല സുഖമായിരുന്നു ഇവിടെ. ഇവിടുത്തെ ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ കൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ കടന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ കടക്കണം. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നല്ല നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ ഉരുളൻകല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുമേക്കടെയൊക്കെ കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പോകുന്ന യാത്രയൊക്കെ. ശരിക്കും ഒരു ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകുന്ന പോലെയുണ്ട്. നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അത് ഇവിടെ ഒരു കുറച്ച് വെള്ളം പോകുന്ന കുറച്ച് ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ കുണ്ടല ഫാം വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യേണ്ടത് ഒന്നാണ് കേട്ടോ. ഇവിടെ ഈ കേവിലൂടെയുള്ള യാത്രയും ഇവിടുത്തെ ഈ ആംബിയൻസൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കേവൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറിയിട്ടു. ഇനി നമ്മൾ സ്ട്രോബെറി പാടം കാണാൻ പോവാണ്, സ്ട്രോബെറി ഫീൽഡ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി ഫീൽഡ്. ഇവിടെ കുറേ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു സ്ട്രോബെറിയാണ് കേട്ടോ. ചെറിയ സ്ട്രോബെറി, പക്ഷെ ഭയങ്കര സ്വീറ്റാണ്. നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി പാടം.
പേരയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, പേരയ്ക്കൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ കുറേ ചെടികളുണ്ട്, ഹിബിസ്കസ്, മൈലാഞ്ചി, കൊങ്ങിണി, റോസ്, അങ്ങനെ കുറേ മെഡിസിനൽ പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാം മെഡിസിനൽ യൂസുള്ള പ്ലാന്റുകളാണ് കൂടുതലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പനിനീർ പൂവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറിച്ച കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും ഹെർബ്സും ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് പറിച്ചതാണ്. അങ്ങനെ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്ട്രോബെറിയും അതുപോലെ പാഷൻ ഫ്രൂട്ട്, പേരയ്ക്കൊക്കെ മേടിച്ചായിരുന്നു. അതവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വിൽക്കാനും വെച്ചിട്ടുണ്ട്. ടീ ട്രീ ഓയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനും പറ്റും അവിടെ നിന്ന്. ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വട്ടാവടയ്ക്കാട്ടോ പോയത്. ഇത് ഞങ്ങൾ വട്ടാവടയിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു ഹണി ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോയായിരുന്നു. ഹണി ഫാക്ടറിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഹണി ഫാക്ടറി. ഇവിടെ കുറേ തേനീച്ചകളെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൊസീജിയറുകളും തേനീച്ചകൾ തേനുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാഫ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ടിവിയിൽ നമുക്ക് തേനീച്ചകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. തേനീച്ചക്കൂടും തേനുണ്ടാക്കുന്നതൊക്കെ അത് ഞങ്ങൾക്ക് ടി വിയിൽ അവർ അത് വീഡിയോ കാണിച്ചു തന്നിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഫാം ഫ്രീ വിസിറ്റ് എന്ന് ഇവിടെ എഴുതിയുണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുൾ സ്ട്രോബെറിയാണ്. പിന്നെ ക്യാബേജും നട്ടിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പോൾ കുറച്ച് നീങ്ങിയിട്ട് ക്യാബേജും കാണാം. ഫുൾ സ്ട്രോബെറിയാണ്. ചെറിയ ചെറിയ സ്ട്രോബെറി ഇവിടെ നട്ടിട്ടേ ഉള്ളൂ. വിളവെടുപ്പ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ നട്ടിട്ടേ ഉള്ളൂ. കുറച്ച് സ്ട്രോബെറിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയായിരുന്നു, പക്ഷേ ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു പോയി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങി ഇവിടുത്തെ മാട്ടുപ്പെട്ടി ചന്തയുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ പോന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.